പണ്ട് തന്റെ വീട്ടിൽ പറമ്പ് വൃത്തിയാക്കാനെത്തിയ പണിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി ഇലവച്ച് പഴങ്കഞ്ഞി വിളമ്പിയ അനുഭവം പങ്കുവച്ച നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം നേരിട്ടിരുന്നു. കൃഷ്ണകുമാർ തൊട്ടുകൂടായ്മ സമ്പ്രദായങ്ങളിൽ അഭിമാനം കൊള്ളുന്നുവെന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ. കൊച്ചിയിലെ ഹോട്ടൽ മാരിയറ്റിൽ താമസിക്കുമ്പോൾ പ്രഭാത ഭക്ഷണമായി പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഉണ്ടായ ഓർമ്മകളെക്കുറിച്ചാണ് കൃഷ്ണകുമാർ വിവരിക്കുന്നത്. ഭാര്യ സിന്ധു കൃഷ്ണയുടെ വ്ലോഗിലൂടെയായിരുന്നു കൃഷ്ണകുമാറിന്റെ വിവാദ പരാമർശം. ഈ വീഡിയോയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം മുൻ ബിഗ് ബോസ് താരം റിയാസ് സലീം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസികയ്ക്കെതിരെ റിയാസ് നടത്തിയ ആരോപണവും അതിന് മൂത്ത മകൾ അഹാന നൽകിയ മറുപടിയുമെല്ലാം ചർച്ചയായി മാറിയിരുന്നു. തുടർന്ന് ഹൻസികയുടെയും മറ്റൊരു സഹോദരിയായ ദിയ കൃഷ്ണയും റിയാസിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അനാവശ്യമായി കുരച്ചുകൊണ്ടിരുന്ന ഒരു പട്ടിയുടെ വാല് മുറിക്കപ്പെട്ടു എന്ന് കേട്ടുകൊണ്ടാണ് എന്നായിരുന്നു ദിയയുടെ പ്രതികരണം. സഹോദരി ഇഷാനിയും റിയാസിനെ വെറുതെ വിട്ടില്ല. എന്റെ സഹോദരിയെ അപമാനിക്കും മുമ്പ് വസ്തുതകൾ പരിശോധിക്കുകയെങ്കിലും വേണ്ടതായിരുന്നുവെന്നായിരുന്നു ഇഷാനിയുടെ പ്രതികരണം. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായി പ്രതികരിച്ചിരിക്കുകയാണ് റിയാസ് സലീം. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് റിയാസ് കൃഷ്ണകുമാർ കുടുംബത്തിനെതിരെ തുറന്നടിക്കുന്നത്. കൂടാതെ കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസികയെ ഹോമോഫോബിക്കായി താൻ ചിത്രീകരിച്ചുവെന്ന അഹാനയുടെ ആരോപണത്തിനും റിയാസ് സലീം മറുപടി നൽകിയിട്ടുണ്ട്. റിയാസ് സംസാരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 2024 ആകാൻ പോവുകയാണ്. ഇപ്പോഴും ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് നാണക്കേടുണ്ട്. ഇതിന്റെ കൂടെ കൃഷ്ണകുമാറിന്റെ വീഡിയോ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊരു കൊതിയനാണല്ലേ. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണ സിയൻസ് യൂട്യൂബിൽ തകർക്കുകയാണ്. 2 ദിവസം മുമ്പ് ഞാനത് തുറന്നു കാണിച്ചിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞത് അത് ചരിത്രമാണ്, അയാൾ തന്റെ നൊൾസ്റ്റാജിക് ഓർമ്മ പങ്കുവയ്ക്കുക മാത്രമാണ് എന്നൊക്കെയാണ് റിയാസ് പറയുന്നു. നിങ്ങളുടെ ചെവി വൃത്തിയാക്കണം, മനസ്സ് ക്ലിയർ ആക്കണം, എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധ പഴങ്കഞ്ഞിൽ നിന്നും മൺകുഴിയിലേക്ക് മാറ്റണം, റിയാസ് പറയുന്നു. അതേക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സവർണ കുടുംബത്തിൽ പാത്രങ്ങൾ ഉണ്ടായിട്ട് മൺകുഴിയെടുത്ത് അതിൽ കഞ്ഞിയൊഴിച്ച് കൊടുക്കുകയാണ്. അത് തൊട്ടുകൂടായ്മയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇന്നും ഒരുപാട് പേർ ജാതീയതയും ജെൻഡറും ഒന്നും കാര്യമാക്കുന്നതേയില്ലെന്നും റിയാസ് ചോദിക്കുന്നു. ശാക്തീകരിക്കപ്പെടുന്നതിന് പകരം ഇന്ന് ആളുകൾ സൈക്കോപാത്തുകളാകാനാണ് ശ്രമിക്കുന്നത്. താഴ്ന്ന ജാതിക്കാരെന്ന മുദ്ര കുത്തപ്പെട്ട മനുഷ്യർക്ക് വഴി നടക്കാനോ വിദ്യാഭ്യാസത്തിനോ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനോ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് ചരിത്രമാണ്. ആളുകൾ ഒരുപാട് പൊരുതിയും ആയിരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുമാണ് ആ യാത്ര നടത്തിയതെന്നും റിയാസ് പറയുന്നു. ഇന്നത്തെ കാലത്തും വന്നിരുന്ന ജാതീയതയും തൊട്ടുകൂടായ്മയും ഗ്ലോറിഫൈ ചെയ്യുന്നതും റൊമാൻറ്റിസൈസ് ചെയ്യുന്നതും യൂട്യൂബ് കണ്ടന്റ് ആക്കാനും സാധിക്കുന്നത് അറപ്പുളവാക്കുന്നതാണ്. അത് മനസ്സിലാക്കാത്തവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദനകളോട് അനുകമ്പ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്തം 0ആണ്. നിങ്ങൾ വളരെ മോശം വ്യക്തിയാണെന്നും റിയാസ് സൂചിപ്പിക്കുന്നു. 2024 ആകാൻ പോകുന്നു എന്നിട്ടും പറയുകയാണ് ജാതീയത അപ്രസക്തമാണെന്ന്. ഞാൻ വളർന്നു വരുന്ന സ്ഥലത്ത് ഇപ്പോഴും അവർ ഇന്ന ആൾക്കാരാണ്, അന്ന് താഴ്ന്ന ജാതിക്കാരാണ് എന്ന് പറയുന്നവരെ എനിക്കറിയാം. ഞാൻ പഠിച്ച സ്കൂളിലും കോളേജിലും റിസർവേഷൻ കിട്ടിയ കുട്ടികളെ പുച്ഛിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനാൽ എങ്ങനെയാണ് നിങ്ങൾക്കിത് അപ്രസക്തമാണെന്ന് ചിന്തിക്കാൻ സാധിക്കുക എന്നും അദ്ദേഹം പറയുന്നു. പിന്നാലെയാണ് ഹൻസികയ്ക്കെതിരായ പ്രസ്താവനയെക്കുറിച്ച് റിയാസ് പ്രതികരിച്ചത്. ഞാനത് കേട്ടത് തെറ്റായി പോയതാണ്. എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് മനസ്സിലായതും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞാൻ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഹാന പറയുന്നത് എൻ്റെ 18 വയസ്സുകാരിയായ സഹോദരിയെ നിനക്കെങ്ങനെ ബുള്ളി ചെയ്യാൻ സാധിക്കുന്നുവെന്നാണ്. എനിക്കറിയാം ശരിക്കും അത് ഞാൻ ജാതീയതയെ ചോദ്യം ചെയ്ത സ്റ്റോറിയോടുള്ള നീരസമാണെന്ന്. ഇത് ഞാൻ തെറ്റായി കേട്ടതാണ്. അതിനാൽ ഉടനെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തുവെന്നും റിയാസ് വീഡിയോയിൽ പറയുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിലെ വൃത്തികെട്ട രാഷ്ട്രീയവും ജാതീയതയും വിദ്വേഷവും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന തെറ്റായ വിവരങ്ങൾ വെളുപ്പിക്കാനും നിങ്ങളുടെ 18 വയസ്സുകാരിയായ സഹോദരിയെ ഉപയോഗിക്കുന്നത് നിർത്തുക എന്നതാണ്. ഞാൻ മുറ്റത്തൊരു കുഴി കുഴിച്ച് കുറച്ച് പഴങ്കഞ്ഞ് ഒഴിച്ചു വയ്ക്കാം, വന്ന് കുടിച്ചിട്ട് പൊയ്ക്കോ എന്നാണ് നിങ്ങളോട് പറയാനുള്ളതെന്നും റിയാസ് സലീം പറയുന്നു.